ഹായ് ഗായ്സ്, ഞങ്ങളൊരു ബ്രെഡ് വെച്ച് ഒരു അടിപൊളി സാധനം ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിങ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 7 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാല്, 250 ml ആണ്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലിച്ചിരി മുട്ടയുടെ തോട് വീണിട്ടുണ്ട്, ഞാനതൊന്ന് എടുത്ത് കളയുവാണ്. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ പാൽ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പാലുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ എനിക്ക് മിച്ചം വന്നിട്ടുണ്ട്. ബാക്കി ഫുള്ള് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുത്തത്. ഞാൻ ഓൾറെഡി ഒരു പുഡിംഗ് വീഡിയോയിൽ ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബ്രെഡിൻ്റെ മിക്സ് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിലോ ഒരു അടപ്പോ വല്ലത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു സ്റ്റീമറിലോട്ട് വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് മൊത്തം 45 മിനിറ്റാണ് കുക്കിംഗ് ടൈം എടുത്തത്. അപ്പം ഇതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. ഞങ്ങൾ കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കണേ, അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത്, അപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന. ടാറ്റാ, ബൈ.